ഇടുക്കി പ്ലേ സ്കൂൾ വിദ്യാർത്ഥി സ്കൂൾ ബസ് കയറി മരിച്ചു എന്നതാണ്. വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി ഹെയ്സൽ ബെൻ ആണ് മരിച്ചത്. രാഹുൽ വിജയൻ വിവരങ്ങൾ വെച്ചത്. രാഹുൽ, അങ്ങേയറ്റം സങ്കടം ഉണ്ടാക്കുന്ന വാർത്തയാണ്. ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണ് രാഹുൽ? ആഷ്മി, തീർച്ചയായിട്ടും വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. രാവിലെ സ്കൂളിലേക്ക് എത്തിയതാണ് ഈ ഹെയ്സൽ ബെൻ. ഈ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ സ്കൂൾ ബസ്സിന് തന്നെ മുൻപിലെ ടയറിനടിയിൽ അകപ്പെടുകയായിരുന്നു. ഡ്രൈവർ കണ്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഫ്രണ്ട് ടയർ കുട്ടിയുടെ ദേഹത്തൂടെ കയറി ഇറങ്ങിയത് സങ്കടകരമായ കാഴ്ചയാണ്. ഒപ്പമുണ്ടായിരുന്ന കുട്ടികളെല്ലാം നിലവിളിച്ചു. അപ്പോഴാണ് ഈ ടയർ കയറി ഇറങ്ങിയ വിവരം ഈ ബസ് ഡ്രൈവർ അറിയുകയും ചെയ്തു. ഉടൻ തന്നെ വാഹനം നിർത്തുകയും ചെയ്തു. മാത്രമല്ല, ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടിക്കും സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഈ ഹെയ്സൽ ബെൻ തൽക്ഷണം മരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാനും കഴിയുന്നത്. പരിക്കേറ്റ കുട്ടിയെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ വെച്ച് തന്നെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. സാധാരണ പതിവ് പോലെ പല ദിക്കുകളിൽ നിന്നുള്ള സ്കൂൾ ബസ്സുകൾ വരുന്ന സമയമാണ്. ഒരു ബസ്സിൽ നിന്ന് കുട്ടികളെ ഇറക്കിയതിനു ശേഷം ഈ അപകടമുണ്ടായ ബസ് മുന്നോട്ടേക്ക് എടുത്തു. അതിന് പിന്നാലെ വന്ന ബസ്സിൽ നിന്ന് ഇറങ്ങിയ കുട്ടി ഇറങ്ങിയതിനു ശേഷം, ഈ ഹേസൽ ബെൻ ഇറങ്ങിയതിനു ശേഷം പെട്ടെന്ന് തന്നെ ഈ ബസ്സിന് മുൻപിലേക്ക് ഓടി വന്നു. അത് ആ സമയത്താണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും സങ്കടകരമായ കാര്യം, 4 വയസ്സുകാരി മരിച്ചു എന്നുള്ളതാണ്. രാഹുൽ, ഈ സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾ സ്കൂൾ ബസ്സുകളൊക്കെ വരുന്ന സമയത്ത് അവിടെ എന്തായാലും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നൊക്കെ ഉണ്ടാവും. കുട്ടികളാണ്, അപ്പോൾ അത് നോക്കാനൊക്കെ പ്രത്യേക സെക്യൂരിറ്റിയും ആൾക്കാരൊക്കെ ഉണ്ടാവുന്നതാണ്. ഇവിടെ അങ്ങനൊന്നും ഉണ്ടായില്ലേ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഇവിടെ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ലേ രാഹുൽ? കാശ്മീർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് സ്കൂൾ കോമ്പൗണ്ട് തന്നെയാണല്ലോ, അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. വാഹനത്തിലെ ആളുകൾ സ്വാഭാവികമായിട്ടും സ്കൂൾ ബസ്സിൽ ഈ കുട്ടികളെ നോക്കുന്നതിന് വേണ്ടിയുള്ള ആളുകൾ ഉണ്ടാവും. പ്ലേ സ്കൂളാണ്, അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ജീവനക്കാരുണ്ടാകും. കുട്ടി ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് കൈവിട്ട് ഓടുകയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വിശദമായിട്ടുള്ള ഒരു പ്രതികരണം ഇനി ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ശ്രദ്ധക്കുറവുണ്ടായോ, ഒരു നോട്ടക്കുറവുണ്ടായോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണമെങ്കിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം ലഭ്യമാകേണ്ടതാണ്. നിലവിൽ അത്തരമൊരു പ്രതികരണം ലഭ്യമായിട്ടില്ല. നിലവിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഈ കുട്ടി പിന്നാലെ എത്തിയ ബസ്സിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് മുൻപിലേക്ക് ഓടുകയും മുൻപിൽ കിടന്ന ബസ്സിന്റെ ഫ്രണ്ട് ടയർ ഈ കുട്ടിയുടെ ദേഹത്തോടെ കയറി ഇറങ്ങുകയുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത്യന്തം സങ്കടകരമായ കാര്യമാണ്. ഒരു ജീവൻ നഷ്ടപ്പെട്ടു. കുട്ടി കളിച്ച് ചിരിച്ച് സ്കൂളിലേക്ക് കൂട്ടുകാരുമൊത്ത് സന്തോഷത്തോടു കൂടി ഇരുന്ന് പഠിക്കുന്നതിന് വേണ്ടി എത്തിയതാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അതിനിടയിലാണ് ഇത്തരമൊരു സങ്കടകരമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. പരിക്കേറ്റ കുഞ്ഞിന്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയാ രാഹുലെ? പരിക്കേറ്റ കുട്ടിയുടെ പേര് അനയ എന്നാണ്. കുട്ടിയുടെ പേര് അനയ ഫൈസൽ എന്നാണ്. ആ കുട്ടിയുടെ ആരോഗ്യനിലയും ഗുരുതരമായി തന്നെ തുടരുകയാണ്. വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്കോ അല്ലെങ്കിൽ കോട്ടയത്തേക്കോ കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് കുട്ടിയുള്ളത്. പ്ലേ സ്കൂൾ വിദ്യാർത്ഥി സ്കൂൾ ബസ് കയറി മരിച്ചു എന്ന വലിയ വേദന ഉണ്ടാക്കുന്ന വാർത്തയാണ്. ഒരു കുട്ടി കൂടി പരിക്കുണ്ട്. കുഞ്ഞിൻ്റെ പരിക്കും കുറച്ച് ഗുരുതരമാണ് എന്നും പറയുന്നു. അപ്പോൾ സാധാരണഗതി സ്കൂളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ സമയത്തൊക്കെ കുട്ടികൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നതൊക്കെയാണ്. അതിപ്പോൾ എന്താണ്, ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി അടുത്ത ബസ്സിന് മുന്നോട്ട് വരുമ്പോഴൊന്നും അവിടെ നോക്കാനൊന്നും ആരും ഇല്ലേ? ഒന്നല്ല, 2 കുട്ടികൾ, ഒരു കുട്ടി കൂടി പരിക്കുണ്ടായിട്ടില്ല. അപ്പോൾ 2 കുട്ടികൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഉണ്ടായത് എന്ന് സ്കൂൾ പരിശോധിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.